ഹായ്, നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണോ? റീഹാബിലിറ്റേഷൻ രംഗത്തെ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള നിരാമയ ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റീഹാബ് റേഡിയോ. നിരാമയ ഹോസ്പിറ്റലിലെ സേവനങ്ങളും റീഹാബിലിറ്റേഷൻ രംഗത്തെ മറ്ററിവുകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വെൽക്കം ടു നിരാമയ പ്രസൻസ് റീഹാബ് റേഡിയോ. ലെറ്റ്സ് ടോക്ക് ഹെൽത്ത്. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് നിരാമയ ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ഹാറൂൺ റഷീദ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, നിരാമയ ഒരു ഹോസ്പിറ്റലിനിടാൻ വളരെ യുണീക്കായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് നിരാമയ. എന്താണ് നിരാമയ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് നിരാമയ മീൻ? നിരാമയ എന്ന വാക്ക് ആക്ച്വലി ഒരു സംസ്കൃത പേരാണ്. നിര് ആമയ എന്നതാണ് അതിൻ്റെ കറക്റ്റ് വാക്ക്. അതായത് രോഗം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗമാണ്. അപ്പോൾ രോഗമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ചികിത്സ അല്ലെങ്കിൽ രോഗശമനം എന്നൊക്കെയാണ് ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ചികിത്സ കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശം. ഡോക്ടർ, എന്തെല്ലാം സേവനങ്ങളാണ് നിരാമയ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്? നിരാമയ ഹോസ്പിറ്റൽ പ്രധാനമായും ഒരു ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. പ്രധാനമായും ഇവിടെ ചെയ്യുന്ന ചികിത്സകൾ സ്ട്രോക്ക്, അതുപോലെ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, കുട്ടികളിൽ കണ്ടുവരുന്ന മസ്തിഷ്ക രോഗങ്ങൾ, അതുപോലെ വാർദ്ധക്യ സഹജമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകൾ അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾക്കുള്ള ചികിത്സകളാണ് പ്രധാനമായും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ പറയണ്ടായി നമ്മൾ പ്രൈമറിലി ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. നമുക്ക് അതായത് ന്യൂറോളജിക്കൽ കേസസ് മാത്രമാണോ നമ്മൾ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷൻ ആണ് നമ്മൾ കൂടുതലായി ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും മറ്റുള്ള ചികിത്സകൾ, അതായത് പെയിൻ മാനേജ്മെൻറ്റ്, നടുവേദന, മുട്ടുവേദന, കഴുത്തുവേദനയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ ബോഡി ഫിറ്റ്നസ്, ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ചികിത്സകളും നമ്മൾ നിരാമയ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ചുറ്റും കേരളത്തിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് എല്ലാം നമുക്ക് ചുറ്റും നമുക്ക് കാണുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നിന്ന് നിരാമയ ഹോസ്പിറ്റലിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? വാട്ട് സെറ്റ്സ് അപ്പാർട്ട് നിരാമയ ഫ്രം ദ റെസ്റ്റ്? പ്രൈമറിലി ഒരു ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. നമ്മൾ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, മോഡേൺ മെഡിസിൻ വിങ്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ ചേർത്ത് പിടിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതെന്ന് ഐ എം ടേക്കിംഗ് അവേ ഫ്രം ദാറ്റ്. ഡോക്ടർ ഇപ്പോൾ പറയണ്ടായി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീഹാബിലിറ്റേഷനാണ് നമ്മളോട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു സേവനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഫിസിയോതെറാപ്പി, അതുപോലെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇങ്ങനെയുള്ള വ്യത്യസ്ത ശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ എന്നോണം പരസ്പര സഹകരണത്തോടു കൂടിയും സപ്പോർട്ടോടു കൂടിയും ഒരാൾ ഒന്നിൻ്റെ മേലെ താഴെ എന്നുള്ള ഒരു വ്യത്യസ്തകളൊന്നും ഇല്ലാതെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു റിസൾട്ട് പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സേവനമാണ് അല്ലെങ്കിൽ ഒരു ചികിത്സ നമ്മൾ എല്ലാവർക്കും എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യവും. ഡോക്ടർ, അതുപോലെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണല്ലോ റീഹാബിലിറ്റേഷൻ. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് വരുന്ന പേഷ്യൻസിനോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നിരാമയ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് രണ്ട് തരത്തിൽ ചികിത്സ ചെയ്യാം. ഒന്ന്, അടുത്തുള്ള ആളുകൾ ആ രീതിയിൽ വന്ന് ചെയ്തു പോകുന്ന രീതിയിൽ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പോകാറുണ്ട്. പിന്നെ ഈ രീതിയിൽ ലോങ് ടേം ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് ചികിത്സ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എന്തായാലും താമസ സൗകര്യം അത്യാവശ്യമാണല്ലോ. അപ്പോൾ താമസ സൗകര്യം ഇവിടെ ലഭ്യമാണ്. അതിൽ തന്നെ നമുക്ക് ലോങ് ടേം ആയിട്ട് ചികിത്സ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. കുറേ കാലം നിൽക്കുന്നുണ്ട്, കുറേ ക്യാഷിൻ്റെയൊക്കെ ആവശ്യമുള്ളത് കൊണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള റൂംസൊക്കെ നമ്മളിവിടെ അവൈലബിൾ ആണ്. അതായത് AC റൂമാണെങ്കിലും നോൺ AC റൂമാണെങ്കിലും സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള റൂം മുതൽ വലിയ വലിയ റൂമുകൾ, സ്യൂട്ട് റൂം, മിനി സ്യൂട്ട് പോലെയുള്ള റൂംസൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്.
അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് കാലം ഇവിടെ പേഷ്യൻസ് വന്ന് താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറ്റെന്തൊക്കെ സേവനങ്ങളാണ് നിരാമയ ഒരുക്കിയിട്ടുള്ളത്? ഇതൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ചികിത്സകൾ ആവശ്യമുള്ള രോഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൂടെ പല സർവീസുകൾ ആവശ്യമാണ്. ഇപ്പോൾ വീട്ടിലുള്ള പോലെയുള്ള പല കാര്യങ്ങളും ഒരു പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ലോണ്ട്രി സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ക്യാൻറ്റീന് പോലെയുള്ള സൗകര്യങ്ങൾ, പിന്നെ റൂം അറ്റൻഡർമാരുടെ ആവശ്യങ്ങൾ, അറ്റൻഡേഴ്സിൻ്റെ സൗകര്യം, അതുപോലെ പേഴ്സണൽ കെയർ, അവർക്ക് എന്തെങ്കിലും ആ രീതിയിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. അതുപോലെ ആംബുലൻസ് സർവീസുകൾ, പിന്നെ റൂമിൽ തന്നെ ചില ആൾക്കാർ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. ആ രീതിയിൽ ചിലപ്പോൾ സ്ഥലം മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ആ രീതിയിൽ റൂമിൽ വെച്ചിട്ട് തന്നെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പം ഇവിടെ വരുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന വേറൊരു കൺസേൺ ആയിരിക്കും ഡോക്ടർ, ഇപ്പോൾ നേരത്തെ പറയണ്ടായി നമ്മൾ ന്യൂറോളജിക്കൽ കേസസ് ഒക്കെ ലോങ് ടേം നിൽക്കാൻ വരുന്ന പേഷ്യൻസ് ആണെന്ന്. ഇങ്ങനെ ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല, അതായത് ഇപ്പോൾ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ആയി അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്നു, അപ്പോൾ അതുപോലെ ഫീഡിങ് ട്യൂബുകൾ, അതുപോലെയുള്ള ക്രിട്ടിക്കൽ കെയർ അറൗണ്ട് ക്ലോക്ക് നഴ്സിംഗ് കെയർ ആവശ്യമുള്ള പേഷ്യൻസ്, അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വരിക, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ നിരാമയ ഒരുക്കിയിട്ടുള്ളത്? അതിൽ ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള വിവിധ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസുകൾ വരും. അതിൽ ബെഡ്രിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് വരാം, നേരത്തെ പറഞ്ഞ പോലെ ട്രക്യോസ്റ്റമി അല്ലെങ്കിൽ റെയിൽസ് ട്യൂബ്, ഫോളിസ് കത്തീറ്റർ, പെഗ്, ആ രീതിയിൽ ഫീഡിങ് ഉള്ള പേഷ്യൻസ് വരാം, ബെഡ്സോറുള്ള പേഷ്യൻസ് വരാം. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ് വരാം. അവർക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് 24 hours മെഡിക്കൽ സപ്പോർട്ടുണ്ട്, 24 hours നേഴ്സസിൻ്റെ സൗകര്യം ലഭ്യമാണ്. അതുപോലെ മോഡേൺ ഡോക്ടേഴ്സിൻ്റെ സൗകര്യം ലഭ്യമാണ്. പിന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് എന്തായാലും ഒരു ന്യൂറോ ഓർത്തോ ഫോളോ അപ്പ് കാര്യങ്ങൾ, റിവ്യൂസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ന്യൂറോ ഡോക്ടേഴ്സ്, അതുപോലെ ഓർത്തോ സർജന്, അതുപോലെ കാർഡിയോളജി, ജനറൽ മെഡിസിൻ, ഡയബറ്റോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ്, അതുപോലെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ്, അവരുടെ സർവീസുകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ആംബുലൻസ് സർവീസ് ആണെങ്കിൽ അങ്ങനെ അതുണ്ട്. ഇതിന് പുറമെ ചിലപ്പോൾ ക്രിറ്റിക്കൽ കെയറിലുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ട് മതിയാവാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് നിയർ ബൈ ഒരു 5 minutes എത്തുന്ന രീതിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് ആ ഒരു സജ്ജീകരണത്തോടു കൂടെ അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ, അവിടെ എത്തിക്കാൻ, അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ നമുക്കൊരു പേഷ്യൻറ്റിന് ഫോളോ അപ്പ് കെയർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് മെത്തേഡുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ലഭ്യമാണോ? ഇത് നേരത്തെ പറഞ്ഞതിന് പോലെ തന്നെ നമ്മൾ ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷനും അതുപോലെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ്, ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. 24 hours ലാബ്, അതുപോലെ ഫാർമസി, MRI സ്കാനിങ്, CT സ്കാനിങ്, USG, അതുപോലെ പിന്നെ മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക്സും നമുക്കിവിടെ ഒരു ബിൽഡിങ്ങിൽ, ഒരു ഹോസ്പിറ്റലിൽ തന്നെ എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ളൊരു ഹോസ്പിറ്റലാണല്ലോ നിരാമയ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറയുന്നുണ്ടായി നമ്മളൊരു കൊളാബറേറ്റീവ് അപ്രോച്ച്, നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തൊരു കൊളാബറേറ്റീവ് അപ്രോച്ചിലാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ്സ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു അപ്രോച്ചിൽ ഇത്ര വർഷം ഡോക്ടറിൻ്റെ സേവനത്തിൽ ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു അപ്രോച്ച് കാരണത്തിനുള്ള റിസൾട്ട് ഡോക്ടർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായും നമുക്ക് നല്ലൊരു റിസൾട്ടുകൾ തന്നെയാണ് കിട്ടുന്നത്. പ്രധാനമായും നമുക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ ഒരു മൗത്ത് ടു മൗത്ത്, അല്ലെങ്കിൽ ഇവിടെ വന്ന പേഷ്യൻസിൻ്റെ ഒരു ഫീഡ്ബാക്കിൽ വരുന്ന പേഷ്യൻസ്, ആ ഒരു രീതിയിലാണ് കൂടുതൽ പേഷ്യൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഈ രീതിയിൽ കൊളാബറേറ്റീവ് അപ്രോച്ച് ആവുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട ചികിത്സകൾ, ചില ചികിത്സകൾ ആവശ്യമില്ലാത്തതുണ്ടാകും, ചിലത് ആവശ്യമുണ്ടാകും, ഒരു പ്രോപ്പർ ഡിസ്കഷനിലൂടെ നമുക്ക് ചെയ്യാനും ആ രീതിയിൽ വളരെ നല്ല ഗുണനിലവാരത്തിലുള്ള, ചിലപ്പോൾ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്കും പേഷ്യൻസിനും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ല ഒരു റിസൾട്ട് നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കുള്ളൊരു ഡൗട്ടായിരിക്കും, ഒരു പേഷ്യൻറ്റിന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ എൻക്വയറി സിസ്റ്റം, അഡ്മിഷൻ സിസ്റ്റം എങ്ങനെയാണ്? നമുക്ക് 2 തരത്തിലുള്ള പേഷ്യൻസ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള
പേഷ്യൻസ്, അതുപോലെ പുറമേ നിന്നുള്ള അറബ് കൺട്രീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ്. അപ്പോൾ നാട്ടിൽ നിന്ന് അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മൾ സാധാരണയായിട്ട് ഒ പി കൺസൾട്ടേഷൻസ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വരും, കൺസൾട്ട് ചെയ്യും. ചിലപ്പോൾ മെഡിസിൻസ് മാത്രം മതിയാവുന്നവരാണ്, അല്ലെങ്കിൽ അപ്പോഴത്തെ ചെറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആവശ്യമാണെങ്കിൽ അത് ചെയ്ത് അങ്ങനെ പോകുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. അതല്ല അഡ്മിഷൻ ആവശ്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ, എത്രത്തോളം ചികിത്സ വേണം, എത്ര സമയം നിൽക്കണം, അതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ, ഏകദേശം വരുന്ന കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനനുസരിച്ചിട്ട് അവർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. ഡെയിലി അടുത്തുള്ള സ്ഥലത്തുനിന്ന് വന്ന് ചെയ്തു പോകുന്നത്. രണ്ടാമത് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്നാവാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളാവാം, അതുപോലെ അറബികൾ, അതുപോലെ ഫോറിനേഴ്സായിട്ടുള്ളവരൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അവരെ റിപ്പോർട്ട്സ്, മെഡിക്കൽ റിപ്പോർട്ട്സുകൾ, വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പറയും. അപ്പോൾ ആ കിട്ടുന്ന റിപ്പോർട്ട്സ്, വീഡിയോസ് വെച്ച് നമ്മൾ ഒരു പഠനം നടത്തും. നമ്മൾ മെഡിക്കൽ ടീം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഫിസിയോതെറാപ്പി, ആയുർവേദ, സ്പീച്ച്, OT എല്ലാവരും ഒരു സിറ്റിംഗ് നടത്തി അതിൽ നിന്ന് അവർക്ക് എത്രത്തോളം റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം അവർ സ്റ്റേ ചെയ്യണം, ഏകദേശം ഒരു ദിവസം എത്ര സെഷൻസ് വരും, അല്ലെങ്കിൽ എത്ര കോസ്റ്റുകൾ വരും, എല്ലാം ഒരു കാൽക്കുലേഷൻ എല്ലാം നടത്തിയതിന് ശേഷം അവർ വീണ്ടും നമ്മൾ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യും. അവർ അഡ്മിഷന് വരേണ്ട ഡേറ്റ് അല്ലെങ്കിൽ റൂമിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കും. അതുപ്രകാരം അവർ ആ ഡേറ്റിൽ നമുക്ക് അഡ്മിഷന് വേണ്ടി ഡയറക്റ്റ് ഇവിടെ വരും, അങ്ങനെ അഡ്മിറ്റ് ആവും. നമുക്ക് ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. നമുക്ക് വെബ്സൈറ്റ്, ഓൺലൈൻ കൺസൾട്ടേഷൻ പോലെ, ഓൺലൈൻ കൺസൾട്ടേഷൻ എങ്ങനെ ആവശ്യം അങ്ങനെ ചെയ്യാം, വീഡിയോ കോൾ അങ്ങനെ വരാം. അതല്ലെങ്കിൽ വെബ്സൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ആ വഴിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ നേരെ വാട്സപ്പിലാണ് വരിക. വാട്സപ്പ് വഴി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളവരെ കൃത്യമായിട്ട് അറിയിക്കും. താങ്ക് യു ഡോക്ടർ, ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിങ് യു ഓൺ ദി ഷോ. താങ്ക് യു. നിരാമയ ഹോസ്പിറ്റലിലെ സേവനങ്ങളെ കുറിച്ചാണ് ഡോക്ടർ ഹാറൂൺ നമ്മോടിപ്പോൾ പങ്കുവച്ചത്. ഈ ഹോസ്പിറ്റലിലെ ബാക്കി ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും ഡിപ്പാർട്ട്മെന്റിലെ സേവനങ്ങളെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.